ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഹെയർ ഓയിൽ പ്രിപ്പറേഷൻ വീഡിയോ ആണ്. മുൻപ് ഒരു പ്രാവശ്യം ഹെയർ ഓയിൽ പ്രിപ്പറേഷൻ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടു. ആ വീഡിയോയ്ക്ക് നല്ല റിവ്യൂസ് ഒക്കെ കിട്ടിയതാണ്. ബട്ട് അതിൽ കുറേ പേര് പറഞ്ഞു അതിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്. അതുകൊണ്ട് ഞാൻ ഈസിയായി വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. സാധനം കുറഞ്ഞു പോയെന്ന് വിചാരിച്ച് അതിൻ്റെ ഗുണമൊന്നും കുറയുന്നില്ല. അടിപൊളി ഹെയർ ഓയിലാണിത്. മുടി കൊഴിച്ചൽ, താരൻ, വരണ്ട മുടിയൊക്കെ പോയി നല്ല അടിപൊളിയായി മുടി വളരാൻ ഇത് വളരെയധികം സഹായിക്കുന്നതാണ്. കൂടാതെ പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞിരിക്കുന്ന അമ്മമാർക്ക് പോസ്റ്റ് പാർട്ടം ഹെയർ ഫോൾ കുറയ്ക്കാൻ ഈ ഹെയർ ഓയിൽ വളരെയധികം സഹായിക്കുന്നതാണ്. ഇതിന് വേണ്ട മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് വരുന്ന കയ്യോന്നിയാണ്. മുടി വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു മരുന്ന് കൂടിയാണ് ഈ കയ്യോന്നി. മുടി കൊഴിച്ചൽ കുറയ്ക്കാനും മുടി കറുപ്പിക്കാനും ഒക്കെ നല്ലോണം സഹായിക്കും. പക്ഷേ ഇത് കൂടുതലായൊന്നും നമുക്കിതിലേക്ക് ആവശ്യമില്ല. വളരെ കുറച്ച് മിതമായ അളവിൽ മാത്രമേ നമുക്ക് ഹെയർ ഓയിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനം നമ്മൾ കറിവേപ്പിലയാണ്. കറിവേപ്പില ഹെയർ ഫാൾ കുറയ്ക്കാനും പുതിയ മുടി വളരാനും കൂടാതെ നമ്മുടെ മുടി നരക്കുന്നതിനും പിന്നെ സ്കാൽപ്പിലെ ന്യൂട്രീഷൻ മെച്ചപ്പെടുത്താൻ, ഡാൻഡ്രഫ്, ഇച്ചിനെസ് കുറയ്ക്കാനും മുടി നല്ല ഷൈനും തിക്നെസ്സും ഒക്കെ നല്ലോണം സഹായിക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പൂവാങ്കുറുനിലയാണ്. പൂവാങ്കുറുനില നമ്മളെ തോട്ടത്തിലും തൊടിയിലൊക്കെ കൂടുതലായി കാണുന്നൊരു സസ്യമാണ്. ഹെയർ ഫാൾ കുറയ്ക്കുന്നതിന്, പുതിയ ഹെയർ വളരാനും, ഡാൻഡ്രഫ് ഇതൊക്കെ കുറയ്ക്കാനും പിന്നെ മുടിക്ക് നല്ല തിക്നെസ്സും സ്ട്രെങ്ത്തും വർദ്ധിപ്പിക്കാൻ പൂവാങ്കുറുനില നല്ലോണം സഹായിക്കുന്ന ഒരു സസ്യമാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യം ചെമ്പരത്തിയുടെ പൂവാണ്. ഞാനിത് ഓരോന്നിനെ കുറിച്ചിട്ടും പ്രത്യേകം എടുത്ത് പറയുന്നില്ല. എല്ലാവർക്കും ഇതിൻ്റെ ഗുണങ്ങളൊക്കെ അറിയാം. അല്ലാതെവരുണ്ടെങ്കിൽ നമുക്ക് നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ അറിയാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടുന്നത് ഫ്ലാക്സ് സീഡാണ്. കരിഞ്ജീരകം. ഞാൻ മുൻപ് എണ്ണ കാച്ചിയ സമയത്ത് അതിലൊരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കരിഞ്ജീരകം യൂസ് ചെയ്യാമെന്ന്. അന്ന് എനിക്ക് കരിഞ്ജീരകം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ കരിഞ്ജീരകം ഉപയോഗിക്കാത്തത്. പിന്നെ ഇതിലേക്ക് ആവശ്യം മറ്റൊന്ന് ഉലുവയാണ്, കുരുമുളക്, നെല്ലിക്ക. പിന്നെ ഇതിലേക്ക് ഞാൻ വലിയ ഉള്ളിയാണ് ചേർക്കുന്നത്. ശരിക്കും ചെറിയ ഉള്ളിയാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത്. പക്ഷെ എനിക്ക് ചെറിയ ഉള്ളി കിട്ടാത്തത് കൊണ്ടാണ് ഞാനിവിടെ വലിയ ഉള്ളി എടുക്കുന്നത്. ഇനി ഇതിൽ ഫ്ലാക്സ് സീഡ്, കുരുമുളക്, കരിഞ്ജീരകം അതൊക്കെ നന്നായി പൊടിച്ചെടുക്കാം. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായി വെള്ളം ചേർക്കാതെ നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. ഈ എണ്ണ പുറത്തേക്ക് തേക്കുന്നത് മാത്രമല്ല നമ്മൾ അകത്തേക്ക് കൂടി നല്ല ഭക്ഷണങ്ങൾ കഴിക്കേണ്ടതുണ്ട്. അതായത് മുടി വളരാൻ സഹായിക്കുന്ന കുറേയധികം ഭക്ഷണ സാധനങ്ങളുണ്ട്. അതൊക്കെ കൂടി ഉള്ളിലേക്ക് കഴിച്ചാൽ മാത്രമേ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മുടി വളരാൻ അകത്തേക്ക് എന്താണ് പ്രധാനമായിട്ട് കഴിക്കേണ്ടതെന്ന് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. ഇത് രണ്ടും കൂടി പരീക്ഷിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ മുടി വളരുന്നതാണ്. ഏത് വളരാത്ത മുടിയും നമുക്ക് ഈ എണ്ണയിലൂടെ വളർത്തിയെടുക്കാവുന്നതാണ്. അതിൽ പ്രധാനമായിട്ടുള്ള കാര്യം എന്താ പറഞ്ഞാൽ നമ്മൾ അകത്തേക്ക് കൂടി കഴിക്കണം, എന്നാൽ മാത്രമേ മുടി വളരൂ. അപ്പോൾ ആ അകത്തേക്ക് കഴിക്കേണ്ട എന്താണെന്നാണ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ ഇത് എണ്ണ കാച്ചാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത് ഒരു ക്ലീൻ ആയിട്ടുള്ള പാത്രമാണ്. അതിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാകാൻ പാടില്ല. അതിലേക്ക് ഈ മരുന്നിട്ടതിന് ശേഷം അതിൻ്റെ ഡബിളായിട്ടാണ് എണ്ണ ഒഴിക്കുന്നത്. നല്ല വെളിച്ചെണ്ണയാണ്, വീട്ടിൽ തന്നെ തയ്യാറാക്കിയ വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം എൻ്റെ ഒരു മരുന്ന് ഒരു 500 ഗ്രാമിൻ്റെ അടുത്തുണ്ടെങ്കിൽ ഞാനൊരു 1.5 ലിറ്ററോളം എണ്ണ ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് മരുന്നിനേക്കാളും കൂടുതലായി തന്നെ എപ്പോഴും വെളിച്ചെണ്ണ എടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇത് മരുന്ന് കൂടുതലായാൽ നമ്മുടെ മുടി കൊഴിഞ്ഞു പോയാൽ ചാൻസ് കൂടുതലാണ്. ഞാനിതിനെ നല്ല തീയിൽ വെച്ചിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തിളപ്പിക്കുന്ന സമയത്ത് നല്ല പതഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് ഈ എണ്ണ കാണാം. അപ്പോൾ ഇത് കൈവിടാതെ തന്നെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ഏകദേശം ഒരു 15 മിനിറ്റോളം ആവശ്യമാണ് ഞാൻ എടുത്ത എണ്ണയ്ക്കും മരുന്നിനും പാകമായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഏകദേശം നമ്മുടെ എണ്ണ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം പതഞ്ഞ് വരുന്നതൊക്കെ കുറേ അധികം കുറഞ്ഞു. ഇനി നമ്മൾ എത്ര തീ കൂട്ടിയാലും ആ പതഞ്ഞ് വരുന്നതൊന്നും ഉണ്ടാവില്ല. അതൊക്കെ മാറി ഏകദേശം എണ്ണ ഒരു കറുത്ത കട്ടി പച്ച നിറത്തിലായിരിക്കും ഉണ്ടാകുന്നത്. ഇനി ഈ എണ്ണ നന്നായി ചൂടാറിയതിന് ശേഷം കുപ്പിയിലേക്ക് അരിച്ചിട്ടോ അല്ലാതെയോ അങ്ങനെ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഈ എണ്ണ ആഴ്ചയിൽ 1-2 ദിവസം കുളിക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് സ്കാൽപ്പിൽ നന്നായി മസാജ് ചെയ്തതിന് ശേഷം കുളിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ബായ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.